CNListന്റെ ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം. ഞാൻ അഖിൽ. ഇപ്പോൾ എല്ലാവർക്കും ആദ്യമേ തന്നെ PK ലയൺസിന്റെ സ്വാതന്ത്ര്യ ദിന ആശംസകൾ നേരുകയാണ്. സ്വാതന്ത്ര്യം ലഭിച്ച ഈ 2026 79ാം വർഷം പൂർത്തിയാക്കുന്ന ഈ വേളയിൽ, അതായത് 80ാമത് സ്വാതന്ത്ര്യ ദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ, സ്വാതന്ത്ര്യം ലഭിക്കുന്നതിൻ്റെ തലേന്നും സ്വാതന്ത്ര്യം ലഭിക്കുന്ന അന്ന് പതാക ഉയർത്തുന്നതും വരെ എന്താണ് സംഭവിച്ചതെന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ഒന്ന് പരിശോധിക്കുകയാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നെഗറ്റീവും പോസിറ്റീവും ആയിക്കോട്ടെ, അത് നിങ്ങൾ കമൻ്റായിട്ട് തന്നെ ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ അതുപോലെ PK ലേണിങ്സിൻ്റെ കോഴ്സുകളെക്കുറിച്ച് അറിയുന്നതിനായിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കോഴ്സിനെ പറ്റിയിട്ടുള്ള വിശദമായ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ഇന്ത്യ സ്വതന്ത്രമായതിന് തൊട്ട് മുമ്പുള്ള 24 മണിക്കൂറിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, അതുപോലെ പാകിസ്ഥാൻ എന്തുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിന് തലേന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുന്നു, അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭ അഥവാ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഈ ഓഗസ്റ്റ് 14 രാത്രി 11 മണിക്ക് ചേർന്ന യോഗത്തിൽ എന്തൊക്കെയാണ് അവിടെ നടപ്പാക്കിയത്, നമ്മുടെ രാഷ്ട്രപിതാവ് എന്തുകൊണ്ട് ഈ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ ഒന്ന് പുനഃപരിശോധിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ പറയുന്നത് കേവലം ഒരു മുത്തശ്ശി കഥയല്ല, സ്വാതന്ത്ര്യത്തിൻ്റെ വാതിൽ തുറക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഇന്ത്യ തൊട്ടറിഞ്ഞ നിർണായകമായ മണിക്കൂറുകളുടെ ചരിത്രമാണ്. സ്വാതന്ത്ര്യത്തിലേക്ക് ചൂടുവെക്കാനായി വളരെ ഉത്സാഹത്തോടെ കാത്തിരുന്ന ഇന്ത്യയെ വളരെയധികം ആകാംക്ഷഭരിതരാക്കിയ ആ ഒരു ദിനമായിരുന്നു ഓഗസ്റ്റ് 14. അപ്പോൾ അത്രയും കാലം സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് ജീവിച്ചിരുന്ന ജനതയുടെ മനസ്സിൽ പ്രതീക്ഷയുടെ ഒരു നാളം അവിടെ ജലിക്കുകയാണ്. അപ്പം അന്നേ ദിവസം ഇന്ത്യക്കാരുടെ മുഖത്തും ശരീരഭാഷയിലും എല്ലാം തന്നെ ഒരു അടിമച്ചങ്ങല പൊട്ടിച്ച് സ്വന്തം മണ്ണിൽ ജീവിക്കാൻ പോകുന്നതിൻ്റെ ആഹ്ലാദവും ചുറിയുറുക്കും എല്ലാം തന്നെ വളരെ കൃത്യമായി തന്നെ പ്രകടവുമാണ്. അപ്പോൾ വർഷം 1947, തീയതി ഓഗസ്റ്റ് 14. ബ്രിട്ടീഷ് ഭരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. 1947 ജൂലൈ 18 പാസാക്കിയ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 പ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യ 2 പുതിയ ഡൊമിനിയനുകളായി വിഭജിക്കുകയാണ്. ഒന്ന് ഇന്ത്യ, രണ്ടാമത്തത് പാകിസ്ഥാൻ. ഇപ്പോൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 പ്രകാരം അധികാര കൈമാറ്റം നടപ്പാക്കേണ്ട ദിനമായി നിശ്ചയിച്ചത് 15 ഓഗസ്റ്റ് 1947 ആണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനം ജപ്പാൻ കീഴടങ്ങിയതിൻ്റെ 2ാം വാർഷികമായതിനാൽ മാത്രമാണ് ഈ പറഞ്ഞ ഓഗസ്റ്റ് 15 തിരഞ്ഞെടുത്തെന്ന് പിന്നീട് മൗണ്ട് ബാറ്റൻ വെളിപ്പെടുത്തുന്നുണ്ട്. ജപ്പാൻ കീഴടങ്ങിയത് 1945 ഇതേ ഓഗസ്റ്റ് 15 ആ ദിവസം ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ദേശീയവാദത്തിനുപരി സാമ്രാജ്യത്വ സംഘർഷത്തിൻ്റെ സമാപനമായി കണക്കാക്കപ്പെടുന്ന ഒരു ദിനം കൂടിയുമാണ്. എന്നാൽ പാകിസ്ഥാൻ്റെ ഇൻഡിപെൻഡൻസ് ഡേ പിന്നീട് ഓഗസ്റ്റ് 14 ആചരിക്കപ്പെടുന്നത്. പാകിസ്ഥാൻ്റെ ഔദ്യോഗിക പത്രങ്ങളും സ്ഥാപക പിതാവുമായ മുഹമ്മദ് അലി ജിന്നയും ആദ്യ സ്വാതന്ത്ര്യ ദിനത്തെ പരാമർശിക്കാൻ ഓഗസ്റ്റ് 15 എന്ന തീയതിയാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ 1948 ആയപ്പോഴേക്കും പ്രായോഗികവും പ്രതീകാത്മകവുമായ കാരണങ്ങളാലൊക്കെ പാകിസ്ഥാൻ അതിൻ്റെ ആഘോഷങ്ങൾ ഓഗസ്റ്റ് 14 മാറ്റുന്നുമുണ്ട്. അപ്പോൾ പ്രാഥമിക കാരണം അധികാര കൈമാറ്റ ചടങ്ങുകളുടെ ഔപചാരിക സമയത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. കറാച്ചിയിൽ 1947 ഓഗസ്റ്റ് 14 പകൽ സമയത്താണ് ഈ അധികാര കൈമാറ്റം അവിടെ നടന്നത്. ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം അനുസ്മരിക്കുന്ന അർദ്ധരാത്രിയിലെ ആചാരം നിർവഹിക്കാൻ ന്യൂഡൽഹിയിലേക്ക് പോകുന്നതിന് മുൻപ് മൗണ്ട് ബാറ്റൻ അവിടെ ചടങ്ങ് നിർവഹിച്ചിട്ടാണ് വന്നത്. 1947 ഓഗസ്റ്റ് 14 പാകിസ്ഥാൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ യോഗം അന്ന് ചേർന്നു. അവിടെ മുഹമ്മദ് അലി ജിന്ന പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു. അപ്പോൾ വൈസ്രോയ് ഓഫ് ഇന്ത്യ ആയിരുന്ന ലോർഡ് മൗണ്ട് ബാറ്റൻ പാകിസ്ഥാൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലും എത്തി. അദ്ദേഹം പാകിസ്ഥാൻ്റെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ബ്രിട്ടീഷ് രാജാവായ കിങ് ജോർജ് 6ാമൻ്റെ ആ ഒരു സന്ദേശം അവതരിപ്പിച്ചു. ഇതോടെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ വിഭജനം യാഥാർത്ഥ്യമായി മാറുകയായിരുന്നു. അതായത് ഓഗസ്റ്റ് 14 1947 പാകിസ്ഥാൻ്റെ അധികാര കൈമാറ്റത്തിൻ്റെയും പുതിയ ഡൊമീനിയൻ്റെയും ഒരു രൂപീകരണത്തിൻ്റെ നിർണായക ദിവസമായിരുന്നു. ജിന്ന ഉടൻ തന്നെ പുതിയ രാജ്യത്തിൻ്റെ പ്രധാന നേതാവായും മാറി. അദ്ദേഹം പാകിസ്ഥാന്റെ ആദ്യ ഗവർണർ ജനറൽ ആകുകയും ചെയ്തു. അതേസമയം 1947 ഓഗസ്റ്റ് 14 രാത്രി ഡൽഹിയിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഓഫ് ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗങ്ങളിൽ ഒന്നിനായി തയ്യാറെടുക്കുകയാണ്. പഴയ പാർലമെന്റ് ഹൗസിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ അഥവാ സെൻട്രൽ ഹാളിൽ രാത്രി 11 മണിക്ക് ഇൻഡിപെൻഡൻസ് സെഷൻ അഥവാ സ്വാതന്ത്ര്യ സമ്മേളനം യോഗം ആരംഭിച്ചു. സമ്മേളനത്തിന്റെ ഔദ്യോഗിക രേഖയിൽ ഇത് 5th സെഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന പേരിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് അധ്യക്ഷത വഹിച്ചത്. പിന്നീട് അദ്ദേഹം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയൊക്കെ ആകുന്നുമുണ്ട്. യോഗത്തിന്റെ ആദ്യ പ്രധാന പരിപാടികളിലൊന്നായ വന്ദേ മാതരം ആലപിച്ച് കാര്യപരിപാടികൾ അവിടെ ആരംഭിക്കുകയാണ്. യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്നുള്ള
ഒരു വനിതാ അംഗമായ സുജാത കൃപലാനിയാണ് ഇത് ആലപിച്ചത്. പിന്നീട് സ്വതന്ത്ര ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ സുജാത കൃപലാനി വീണ്ടും ശ്രദ്ധ നേടുന്നൊക്കെയുണ്ട്. അതായത് ഇന്ത്യയിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയായതും ഇതേ സുജാത കൃപലാനി തന്നെയാണ്. വന്ദേമാതരത്തിന് ശേഷം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പ്രസംഗിച്ചു. അത് വെറുമൊരു ആഘോഷ പ്രസംഗമായിരുന്നില്ല. സ്വാതന്ത്ര്യത്തിനായി പോരാടിയ അനേകം ആളുകളുടെ ത്യാഗത്തെ അദ്ദേഹം അവിടെ ഓർമ്മിച്ചു. ജയിൽവാസം അനുഭവിച്ചവർ, ആൻഡമാൻ സെല്ലുലാർ ജയിലിൽ കഷ്ടത അനുഭവിച്ചവർ, അതുപോലെ വെടിയേറ്റും തൂക്കിലേറ്റപ്പെട്ടും ജീവൻ നഷ്ടപ്പെട്ടവർ, സ്വത്തും സമ്പത്തും ഉപേക്ഷിച്ചവർ, രാജ്യത്തിനായി ജീവിതം സമർപ്പിച്ചവർ, അതുപോലെ അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തതുമായ എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളെയും അദ്ദേഹം അവിടെ ഓർമ്മിക്കുന്നുണ്ട്. ഇതിനുശേഷം ഇന്ത്യയിലെയും മറ്റിടങ്ങളിലെയും സ്വാതന്ത്ര്യ സമരത്തിൽ മരിച്ചവരുടെ ഓർമ്മകളെ ആദരിക്കുന്നതിനായി അസംബ്ലി 2 മിനിറ്റ് മൗനം ആചരിച്ചു. രാജേന്ദ്ര പ്രസാദിന് ശേഷം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ മുഴങ്ങിയത് ഭാരതം കേൾക്കാൻ വളരെയധികം ആഗ്രഹിച്ച ഒരു ശബ്ദമായിരുന്നു. ആ കാതോർക്കലിനെ ശരിവെക്കുന്ന രീതിയിൽ അധ്യക്ഷനായ രാജേന്ദ്ര പ്രസാദ് ആ പേര് ഉച്ചരിച്ചു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വിൽ നൗ മൂവ് ദ മോഷൻ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇനി പ്രമേയം അവതരിപ്പിക്കും. നിമിഷങ്ങൾക്കുള്ളിൽ ആ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദത്തിൽ ലോങ് ഇയേഴ്സ് എഗോ വി മെയ്ഡ് എ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്നാരംഭിച്ച പ്രസംഗം സ്വാതന്ത്ര്യം ഒരു നേട്ടത്തിൻ്റെ അന്ത്യമല്ല, ദാരിദ്ര്യവും അജ്ഞതയും അസമത്വവും ഇല്ലാതാക്കി ഐക്യവും നീതിയും ജനക്ഷേമവും അടിസ്ഥാനമാക്കിയ പുതിയ ഇന്ത്യയെ കെട്ടിപ്പടുക്കുവാനുള്ള ഉത്തരവാദിത്തത്തിൻ്റെ തുടക്കമാണ് എന്ന സന്ദേശം നൽകി പ്രസംഗം അവസാനിപ്പിച്ചു. പ്രസംഗത്തിന് ശേഷം ജവഹർലാൽ നെഹ്റു ഒരു പ്രമേയം അവതരിപ്പിച്ചു. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ഈ ചരിത്ര നിമിഷത്തിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ അംഗങ്ങൾ ഇന്ത്യയെയും ഇന്ത്യയിലെ ജനങ്ങളെയും സേവിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുക, ഇന്ത്യക്ക് ലോകത്തിൽ അർഹമായ സ്ഥാനം എത്തിക്കാനും ലോക സമാധാനത്തിനും മനുഷ്യരാശിയുടെ ക്ഷേമത്തിനും സംഭാവന നൽകാനും സമർപ്പിതരാക്കുക എന്നതായിരുന്നു ഇതിൻ്റെ എസൻസ്. ഇതിനുശേഷം മുസ്ലിം ലീഗിൻ്റെ ചൗധരി ഖാലിഖ് ഉസ്മാനും ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണനും പ്രമേയത്തെ പിന്തുണച്ചുകൊണ്ട് ഭരണഘടനാ അസംബ്ലിയെ അഭിസംബോധന ചെയ്തു. തുടർന്ന് രാജേന്ദ്ര പ്രസാദ് അത് വോട്ടിനിട്ടു. ആ പ്രമേയം പാസ്സാക്കപ്പെടുകയും ചെയ്തു. ഈ സമയത്ത് സഭയിലെ അംഗമായ എച്ച് കമ്മത്ത് ഒരു പരാമർശവും നടത്തുന്നുണ്ട്. മിസ്റ്റർ പ്രസിഡന്റ്, എൻ്റെ പേരിൽ 2 ഭേദഗതികൾ നിലവിലുണ്ട്. എന്നാൽ താങ്കളുടെ പ്രസംഗത്തിൽ ദൈവത്തിൻ്റെ വിശുദ്ധനാമം വിളിച്ചിരിക്കുന്നതിനാലും നമ്മുടെ മുമ്പാകെ വന്ന ആ ഒരു രൂപത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പ്രതിജ്ഞയിൽ അതിൻ്റെ ആത്മാവ് ഉൾപ്പെടുത്തിയിരിക്കുന്നതിനാലും അതുപോലെ എല്ലാത്തിനും ഉപരി അർദ്ധരാത്രി ആസന്നമായിരിക്കുന്നതിനാലും എൻ്റെ അമെൻമെൻറ്റുകൾ മൂവ് ചെയ്യാൻ ഞാൻ നിർദ്ദേശിക്കുന്നില്ല. പ്രതിജ്ഞയിൽ ദൈവത്തെ വ്യക്തമായി പരാമർശിക്കണമെന്ന് കമ്മത്ത് ആഗ്രഹിച്ചിരുന്നു. പ്രസിഡന്റ് തൻ്റെ പ്രസംഗത്തിൽ ദൈവത്തിൻ്റെ വിശുദ്ധനാമം പരാമർശിച്ചിട്ടുണ്ടെന്ന് ആ പ്രാർത്ഥനയുടെ ആത്മാവ് ഇതിനകം തന്നെ റിവേഴ്സ്ഡ് ആയിട്ടുള്ള പ്ലെഡ്ജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും കമ്മത്തിന് ബോധ്യപ്പെട്ടതിനാൽ കമ്മത്ത് അത് പിൻവലിച്ചു. ഇപ്പോൾ സമയം രാത്രി 12 മണിയോട് അടുക്കുന്നു. ഇന്ത്യ ഇനി ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിലുള്ള ഒരു കോളനിയല്ല. പുതിയ സ്വതന്ത്ര ഭരണ സംവിധാനം നിലവിൽ വരുന്നതും കാത്ത് രാജ്യത്ത് മിക്കവരും ഉറക്കം വളച്ചുള്ള ഒരു കാത്തിരിപ്പിലൊക്കെ തന്നെയാണ്. ഡൽഹി ഉൾപ്പെടെ പല നഗരങ്ങളും ആഘോഷത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. നൂറ്റാണ്ടുകളോളം ഒരു ജനത ആഗ്രഹിച്ചത് അവർ നേടിയെടുത്തതിൻ്റെ ഒക്കെ തന്നെ ആഹ്ലാദത്തിലുമാണ്. ഇനിയുള്ളത് ഔദ്യോഗിക കടമ്പകൾ മാത്രം. ഇതിനായി അസംബ്ലി ഹാളിൽ അംഗങ്ങൾ അക്ഷമരായി കാത്തിരിക്കുകയാണ്. ഇന്ത്യ ഒരു ഇൻഡിപെൻഡന്റ് ഡൊമീനിയൻ ആകുന്നതിനുള്ള അവസാന കടമ്പകൾക്ക് വെറും മിനിറ്റുകൾ മാത്രം ബാക്കി. 1947 ഓഗസ്റ്റ് 15 ആരംഭിക്കുകയാണ്. ക്ലോക്ക് 12 അടിച്ചപ്പോൾ രാജേന്ദ്ര പ്രസാദും സഭാംഗങ്ങളും എഴുന്നേറ്റ് നിന്നു. അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പ്രതിജ്ഞ വാചകം വായിച്ചു. അംഗങ്ങൾ അദ്ദേഹത്തെ പിന്തുടർന്ന് ഹിന്ദിയും ഉറുദുവും കൂടി ചേർന്ന ഹിന്ദുസ്ഥാനിയിലും അതുപോലെ ഇംഗ്ലീഷിലും ഈ പ്രതിജ്ഞ ആവർത്തിച്ചു. ഇങ്ങനെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ചരിത്ര പ്രധാനമായ പ്രതിജ്ഞ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ അംഗങ്ങൾ സ്വീകരിച്ചു. പ്ലഡ്ജിന് ശേഷം മറ്റൊരു പ്രധാന മോഷൻ അവിടെ പരിഗണിച്ചു. അതായത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇന്ത്യയുടെ ഭരണത്തിനുള്ള അധികാരം ഏറ്റെടുക്കുന്നതിനായി വൈസ്രോയെ അറിയിക്കുക. അതായത് വൈസ്രോയ് ആയിരുന്ന ലോർഡ് മൗണ്ട് ബാറ്റൻ 1947 ഓഗസ്റ്റ് 15 മുതൽ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആകുന്നതിനുള്ള ശുപാർശ അംഗീകരിച്ചതായിട്ട് അറിയിക്കുക. അപ്പോൾ ഈ സന്ദേശം ഡോക്ടർ രാജേന്ദ്ര പ്രസാദും ജവഹർലാൽ നെഹ്റുവും ചേർന്ന് ലോർഡ് മൗണ്ട് ബാറ്റനെ അറിയിക്കാനും തീരുമാനിച്ചു. ആ മോഷൻ പാസ്സായി. അന്ന് തന്നെ ഭരണഘടനാ അസംബ്ലിയുടെ മിഡ് നൈറ്റ് സെഷൻ കഴിഞ്ഞ ഉടനെ ജവഹർലാൽ നെഹ്റുവും ഡോക്ടർ രാജേന്ദ്ര പ്രസാദും ഗവൺമെന്റ് ഹൗസിൽ പോയി മൗണ്ട് ബാറ്റനെ കണ്ടു. അസംബ്ലി പരമാധികാരം ഏറ്റെടുക്കുന്നതായും അതുപോലെ ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലായി അദ്ദേഹത്തിന്റെ നിയമനം അംഗീകരിച്ചുവെന്നും അവർ ഔദ്യോഗികമായി അദ്ദേഹത്തെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറലായി തുടരാൻ ക്ഷണിച്ചു. മോഷൻ പാസ്സായതിനെ തുടർന്ന് ഹൻസ മേത്ത ഇന്ത്യയിലെ സ്ത്രീകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ദേശീയ പതാക കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പ്രസിഡന്റായ
ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് സമർപ്പിച്ചു. ഇത് സ്വതന്ത്ര ഇന്ത്യയുടെ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട ചരിത്രപ്രധാനമായ ഒരു ചടങ്ങായിരുന്നു. അവസാനം സാരെ ജഹാൻ സെ അച്ഛയും തുടർന്ന് ജനഗണമനയും ആലപിച്ചു. ഇത് ആലപിച്ചതും സുജാത കൃപലാനി തന്നെയായിരുന്നു. തുടർന്ന് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി 1947 ഓഗസ്റ്റ് 15 രാവിലെ 10 മണി വരെ പിരിഞ്ഞു. ഓഗസ്റ്റ് 15 രാവിലെ 10 മണിക്ക് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വീണ്ടും യോഗം ചേർത്തു. ഈ യോഗത്തിൽ ലോർഡ് മൗണ്ട് ബാറ്റൻ ഇന്ത്യയുടെ ഗവർണർ ജനറൽ എന്ന നിലയിൽ പ്രസംഗിച്ചു. രാജേന്ദ്ര പ്രസാദും സന്ദേശം നൽകി. മറ്റ് സന്ദേശങ്ങളും അവിടെ അവതരിപ്പിച്ചു. ദേശീയ പതാക ഉയർത്തുന്ന ചടങ്ങ് അവിടെ വളരെ ഭംഗിയായി നടന്നു. എന്നാൽ ഈ ചടങ്ങുകളിലെല്ലാം തന്നെ അവിടെ നമ്മൾ അന്വേഷിച്ച ഒരു മുഖമുണ്ടായിരുന്നു. ചർക്കയിൽ നൂറ്റ ഒറ്റമുണ്ട് കൊടുത്ത് സ്വാതന്ത്ര്യത്തിനായി പോരാടി അതുവരെയുള്ള ആ സമര രീതികളിൽ നിന്നും വ്യത്യസ്തമായ സൗമ്യതയുടെ ഭാവവും ശക്തമായ പ്രത്യാഘാതവും ഉണ്ടാക്കി സ്വാതന്ത്ര്യം ഈ ദൂരെയല്ല എന്ന ശുഭാപ്തി വിശ്വാസം നൽകി ഇന്ത്യയിലെമ്പാടും സ്വാതന്ത്ര്യത്തിനായി പോരാടിയ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് വളരെയധികം ഊർജം പകർന്ന് അവരുടെ ഉള്ളിൽ അവരുടെ ഇടയിൽ തന്നെ ഒരു ഐക്യമുണ്ടാക്കി ഈ ലക്ഷ്യത്തിലേക്ക് അതിവേഗം എത്താൻ വഴിയൊരുക്കുകയും ചെയ്ത നമ്മുടെ മഹാത്മാവ്, നമ്മുടെ രാഷ്ട്രപിതാവ്. 1947 ഓഗസ്റ്റ് 14 15 നടന്ന ചരിത്രപരമായ നിമിഷങ്ങൾക്ക് സാക്ഷിയാകാൻ അദ്ദേഹം ഡൽഹിയിൽ ഉണ്ടായിരുന്നില്ല. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഒരു വശത്ത് സ്വാതന്ത്ര്യത്തിനായി ഒത്തുചേരുമ്പോൾ മറ്റൊരു വശത്ത് ബംഗാളിൻ്റെ വിഘടനത്തിൻ്റെ പ്രശ്നങ്ങൾ നടക്കുകയായിരുന്നു. അപ്പോൾ ബംഗാളിൽ മുസ്ലിം ഹിന്ദു കമ്മ്യൂണൽ റയോട്ട് അത് പരിഹരിക്കാൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ ആവശ്യമായിരുന്നു. കാരണം ഒരു കലാപം ഒഴിവാക്കേണ്ടത് ഒരു രാജ്യത്തിൻ്റെ ഒത്തൊരുമയ്ക്കും വളർച്ചയ്ക്കും ഒക്കെ തന്നെ അത്യാവശ്യവുമാണ്. അപ്പോൾ ഈ സംഭവത്തെപ്പറ്റി ഞാൻ വിശദീകരിക്കുന്ന ഒരു വീഡിയോ ഇതിൻ്റെ ഒരു എൻഡ് സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. 1947 ഓഗസ്റ്റ് 15 24 മണിക്കൂർ മുൻപുള്ള നിർണായക ഘട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു വ്യക്തത വന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. അപ്പോൾ ഈ കണ്ടന്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഒപ്പീനിയൻ കമൻ്റ് ആയിട്ടും ഞങ്ങളെ അറിയിക്കുക. അപ്പം ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ജയ് ഹിന്ദ്.